അസ്സലാമു അലൈക്കും ഗായ്സ്. പിന്നെ ഞങ്ങളിന്ന് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്താനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോ ആള് യൂറിൻ എടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നിട്ടുണ്ട്. മാഷാ അല്ലാ, മുഖത്ത് ചെറിയൊരു ഹാപ്പിനെസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്തിട്ട് ഹാപ്പിനെസ് അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കാം നമുക്ക്. അപ്പോ ഞങ്ങൾ ചെറിയൊരു സംശയത്തിന്റെ പേരിലാണ് ഞങ്ങളിത് ടെസ്റ്റ് ചെയ്യണത്. ഇൻഷാ അല്ലാ. അപ്പോ നോക്കട്ടെ. നോക്കിയിട്ട് എന്തായാലും നമുക്ക് അനുകൂലമാണെങ്കിൽ ഹാപ്പി, പ്രതികൂലമാണെങ്കിൽ എന്തായാലും പടച്ചോൻ തരണല്ലേ, നമുക്ക് ഒന്നും പറയാനും ക്രെഡിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോ ഇൻഷാ അല്ലാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഞങ്ങള് ഡ്രോപ്പ് എടുത്തിട്ട് അതിലേക്ക് 2 ഡ്രോപ്പ് എത്തിച്ചിട്ടുണ്ട്. നോക്കട്ടെ. അപ്പോ ലൈന് വിസിബിൾ ആയിട്ടില്ല, വിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ. മാഷാ അല്ലാ, 2 ലൈന് വിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തായാലും സന്തോഷം. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല തീരെ. മൊത്തോ എന്താ തോന്നുന്നത് കണ്ടിട്ട്? സന്തോഷം. ആദ്യമായിട്ടൊരു ജന്മം ആര് ജന്മം നൽകിയില്ല, ജന്മം കൊടുക്കാം അല്ലേ? എങ്ങനെയാ പറയാ? എന്റെ പ്രായത്തില് 3-4 കുട്ടികളായിട്ടുണ്ടാവും. ആയ കാലത്ത് കല്യാണം കഴിക്കാണ്. അന്ന് കല്യാണം കഴിക്കാൻ എന്താ നേരത്തെ കല്യാണം കഴിക്കാൻ ഫിനാൻഷ്യൽ പ്രോബ്ലം, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സൈഡിൽ കല്യാണം കഴിക്കാൻ വിട്ടുപോയി. ഇപ്പൊ എന്താ, എനിക്ക് 2 ഓൾറെഡി ഉള്ള കാരണം എനിക്ക് സന്തോഷം ഉണ്ടതിനും കൂടിയിട്ട് ഫസ്റ്റ് ടൈമിന്റെ ആ ഒരു ഇതിട്ടില്ല. മുത്തുന് ആദ്യമായിട്ടല്ലേ? എന്താ മുത്തുന്റെ ഫീല്? ഞാൻ പറഞ്ഞ സന്തോഷം ഒക്കെ കൂടി ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു പിടിയില്ല. മൊത്തം എക്സ്പെക്ട് ചെയ്താ? പിന്നെ ഇപ്പഴോ എത്ര ഇതുണ്ടെങ്കിലും വീണ്ടും കാണുമ്പോ ഭയങ്കര സന്തോഷല്ലേ? അതൊരു അമ്മമാരെന്ന് പറഞ്ഞാ അങ്ങനെ എത്ര വേദന സഹിച്ചിട്ടാവും, ഇനി എത്ര സഹിക്കേണ്ടി വരും എന്നൊക്കെ, ജീവൻ പോണ വേദനയാവും. ഇല്ലല്ല, കള്ളം പറയരുത്. സത്യം. എത്ര വേദന സഹിക്കുന്ന പറഞ്ഞാലും ഒരു കുഞ്ഞ് വരാന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷായി. അങ്ങനെ 9 മാസം കഴിഞ്ഞാല് വാപ്പാന്ന് വിളിക്കാനുള്ള ആള് ആദ്യമായിട്ടല്ലേ? അത് വേറൊരു സ്വന്തമായിട്ട് അവകാശം പറഞ്ഞ ഒരാള് വരുമ്പോ ഭയങ്കര ത്രില്ലല്ലേ? നമുക്ക് ചോദിക്കാനും പറയാനും ഒരാള് വരികയെന്ന് പറഞ്ഞാല് ഇതിന്റെ വാപ്പാന് തൊട്ടാൻ ആർക്കാണ് ധൈര്യം ഉള്ളതെന്ന് നീ അറിഞ്ഞാൽ അതിന് ആൺകുട്ടിയാകും പെൺകുട്ടിയെന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാലും പെൺകുട്ടിയാകും ആരോഗ്യത്തോടെ പറ്റി. അത് നമ്മളിപ്പോ നാട്ടിലല്ല, അതുകൊണ്ട് നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് അവിടെ ഗൾഫിലായിരുന്നു, നിങ്ങക്ക് സുഖമായിരുന്നു കേട്ടോ. അറിയാലേ? അവിടെ അറിയാം. അവിടെ 5-6 മാസം ഉള്ളപ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എത്ര മാസം നമുക്ക് അറിയാൻ കഴിയില്ല? 4 മാസത്തിലൊക്കെ 5 മാസത്തിലൊക്കെ അറിയാം. അറിയും. അവര് പറയും നിർണയം. അത് നമ്മളിവിടെ ശിക്ഷാർഹമാണല്ലോ. ശിക്ഷാർഹല്ല, ഇവിടെ അറിയാൻ കഴിയും. എത്ര മാസത്തിലാണ്? ഇവിടെ എവിടെ ആയാലും 4-5 മാസമൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് സ്കാനിങ് എനിക്ക് അങ്ങനെ അറിയില്ല. അല്ല, ഫസ്റ്റ് ഒക്കെ ഉണ്ടാവും. 2 മാസമൊക്കെ ഉള്ളപ്പോ സ്കാനിങ് ഉണ്ടാവും. ഫസ്റ്റ് സ്കാനിങ് എപ്പോഴാ അറിയില്ല, ഞാൻ മറന്നുപോയി, കൊറേ ആയില്ലേ. അല്ല, ഞാൻ ചോദിക്കണത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ദിവസം അറിയില്ല. പക്ഷെ നമുക്ക് പറഞ്ഞു തരില്ല. നമ്മൾ ഗൾഫിലാണെങ്കിൽ സുഖമായിരുന്നു, നമ്മ പോവുകയാണെങ്കിൽ ഇപ്പൊ സുഖമായിരുന്നു. അവിടെ നിന്നാണെങ്കിൽ പറഞ്ഞുതരും. പക്ഷെ അത് എന്താ പറയാ, അറിയാതിരിക്കുന്നല്ല കേട്ടോ. കാരണം നമുക്ക് ഡെലിവറി ഇങ്ങനെ പ്രസവിച്ച് കുട്ടി എന്താന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, അതങ്ങോട്ട് നഷ്ടപ്പെടും മുന്നറിഞ്ഞാല്. ആൺകുട്ടിയെ പെൺകുട്ടിയാണെന്ന് പ്രസവത്തിന്റെ മുന്നറിയോ? പക്ഷെ ആരുടെ മുഖച്ചാലും ആരുടെ സ്വഭാവം അല്ലാ പഠിച്ചത് നല്ല സ്നേഹം ഒക്കെ ഉള്ള മനസ്സുള്ള ഒരു കുട്ടീനെ നമുക്ക് തന്നാ മതി. ഇതൊക്കെ അറിയണ്ടേ? കൂടപ്പിറപ്പോട് നല്ല സ്നേഹം, എല്ലാരോടും ജാതി മത വ്യത്യാസം അല്ലാണ്ടൊക്കെ എല്ലാരോടും നല്ല സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ഒരു മനസ്സുള്ള ഒരു കുട്ടി മതി. ഈ കുഞ്ചും അസൂയൊന്നും ഇല്ലാണ്ട്. പ്രാർത്ഥനയില് ഇനിയിപ്പോ നമ്മളെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് നല്ല സ്വഭാവം ഒക്കെ വരാൻ വേണ്ടിട്ട്, നല്ലൊരു കുട്ടീനെ തരാൻ വേണ്ടിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഒക്കെ എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം.
അതുണ്ടാവും നമ്മളെ ഇപ്പൊ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് പറഞ്ഞ് സന്തോഷിക്കാനും നമുക്ക് കുറച്ചോനും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആൾക്കാര് മാത്രം. പക്ഷെ വീഡിയോ കാണുന്നവരുണ്ട്, എന്തോരം വീഡിയോ കാണുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട്. 10-30 ആളുണ്ടെങ്കിൽ ചിലപ്പോ 20 പേരും നല്ലത് വേണ്ടി പ്രാർത്ഥിക്കും. 10 പേരായിരിക്കും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടമൊക്കെയുള്ള നെഗറ്റീവ് പറഞ്ഞവർക്ക്. പക്ഷെ ആ 20 പേരുടെ പ്രാർത്ഥനയിൽ ഒരാളിലോ സ്വീകരിക്കും അല്ലാഹു. ചിലപ്പോ നമ്മളുടെ ആയിരിക്കും സ്വീകരിക്കാതിരിക്കുക. ഒറ്റാളെ സ്വീകരിച്ചാൽ മതി. ആ അപ്പൊ സ്വീകരണം എല്ലാരും അത് നമുക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. നല്ല ആരോഗ്യമുള്ള ഒരു കേടുപാടൊന്നും ഇല്ലാത്ത നല്ലൊരു മോനെയോ മോളെ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. എന്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ ആരൊക്കെ സന്തോഷിക്കുന്നുണ്ട്, ആരൊക്കെ അതില് സങ്കടപ്പെടുന്നുണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റില്ല. അതെന്തെല്ലാം ആയിക്കോട്ടെ. അറിയുള്ളൂ. സങ്കടപ്പെടുന്നവർക്ക് എന്താന്നുള്ള അറിയില്ല. സന്തോഷപ്പെടുന്നവർക്ക് എന്റെ ആങ്ങൾക്ക് എന്റെ മോനക്ക് ഒരു കുട്ടിയായല്ലോ എന്നുള്ള ഒരു ഇതാവും. സന്തോഷപ്പെടുന്നവർക്ക്, സങ്കടപ്പെടുന്നവർക്ക് നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്. എന്തായാലും സങ്കടപ്പെടുന്നവരായാലും സന്തോഷിക്കുന്നവരായാലും കുട്ടി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. മറ്റേ കേടുപാടും ഇല്ലാണ്ട് പ്രസവിക്കാൻ ദുആ ചെയ്യും. എല്ലാ കുറ്റും വ്യത്യാസമൊക്കെ മാറ്റി വെച്ചിട്ട് എങ്ങനെങ്കിലും ഒരു കുറ്റും വ്യത്യാസമൊക്കെ മാറ്റി വെച്ചിട്ട് ഇൻഷാ അല്ലാ എല്ലാം ശരിയാവും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് അത്യാവശ്യം മാഷാ അല്ലാ അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആൾക്കാരൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറെ നെഗറ്റീവ് കമന്റ് ഒക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ വന്നിട്ടില്ല. പക്ഷെ അത് നമുക്ക് കമന്റ്സിലൂടെ വന്നില്ല. വേറെ ഇവിടെ എപ്പോഴും കമന്റ്സിലൂടെ വരുന്നില്ല. എപ്പോഴും എന്താ പറയാ, വേറെ ആൾക്കാരോട് പറഞ്ഞിട്ട് അതുപോലെ വോയിസ് ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ കമന്റ്സ് വരുന്നത്. അതിന്റെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ഇമോജി മാത്രം. അപ്പൊ അത് ഡയറക്റ്റ് പറയണെങ്കിൽ നമുക്ക് ഇതിന് ഒരു സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ അയക്കുമ്പോ എന്തോ കൊള്ളും. അതെ അതെ. പിന്നെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. എന്താ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഓൾറെഡി അറിയുന്നുണ്ട്. പിന്നെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് എന്തൊക്കെ ഒരു കള്ളം പറയാണോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ചെറിയൊരു ടോക്കും ഉണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ക്ലിയർ ആക്കി കൊടുക്കണമല്ലോ. അവർക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സംസാരിക്കണ്ട. അപ്പൊ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആക്കി കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഞങ്ങള് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നത്. പ്രഗ്നൻസിയുടെ ആയാലും അത് ഞങ്ങൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലാണ്ട് വീഡിയോ അങ്ങനെ ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചില്ല, അത് ഇതാക്കി വെക്കാം, അതൊക്കെ കൊണ്ട് മനസ്സിലായിക്കോട്ടെ, ജനുവിനെല്ലാം മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞോടെ കൊണ്ടിട്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഡയറക്റ്റ് ചോദിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞങ്ങളെ ഫോണിലൊക്കെ ഉണ്ട് കേട്ടോ PDF ആയിട്ട് കിടക്കുന്നത്. ഇല്ലാത്ത കാരണം നമുക്കത് ഇങ്ങനെയൊന്ന് റിവ്യൂ ചെയ്യാം, ആളുകൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. മാരേജ് കഴിഞ്ഞ പാടൊന്നും സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. മാരേജ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പഞ്ചായത്തിലൊക്കെ പോയി അതിന് കുറെ മറ്റേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കൈ കിട്ടുള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ പ്രഗ്നൻസി തന്നെ ശരിക്ക് ഞങ്ങക്ക് 3 മാസമായിട്ടോ. 3 മാസം കഴിഞ്ഞില്ലേ, 14 ദിവസം. ഇപ്പോ 4 ദിവസമായിട്ടുണ്ടാവും. കാരണം അന്ന് കാണിക്കുമ്പോ 14 ദിവസവും 2 ദിവസമാണ് പറഞ്ഞു. ഇപ്പൊ 3 മാസം. ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് 4 മാസത്തിലേക്കുള്ള ഒരു ഇതായിട്ടുണ്ട്. 3.5 മാസം ഏകദേശം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അവർക്ക് തന്നെ പ്രഗ്നൻസിയുടെ ഒരു ഉണ്ടോ ഇല്ലേ ആ ഒരു നമ്മൾ അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇത്രയായിട്ട് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട, നമുക്കത് കാണിച്ചു കൊടുക്കാം. കാരണം വീഡിയോ ഇടാൻ വേണ്ടി കാത്തിരിക്കാൻ അല്ല ഡയറക്റ്റ്. പിന്നെ കുറെ നമുക്ക് ഡയറക്റ്റ് ചോദിക്കുന്നില്ല. പിന്നെ ഇൻഡയറക്റ്റ് ആണ് അവരിങ്ങനെ കാണുന്നത്, വീഡിയോസിലൊക്കെയാണ് അവര് കാണുന്നത്. പിന്നെ ഡൗട്ടുള്ളവർക്ക് നമുക്കൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. പിന്നെ കാണുന്ന വ്യൂവേഴ്സിനുണ്ടാവും. എന്റെ കുടുംബക്കാരൊന്നും അറിഞ്ഞില്ല, അപ്പൊ അവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. എല്ലാരും നമ്മൾ ആരെയും മെൻഷൻ ചെയ്യണ്ട. അവർക്ക് ഇപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മളെയാണോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുണ്ട്. അപ്പൊ പിന്നെ വെറുതെ നമ്മള് പറഞ്ഞിട്ട് അവര് ചെയ്യണം നമ്മള് പറയണം, നമ്മുടെ എന്താ ഒരു വ്യത്യാസമുള്ളത്. പിന്നെ അത് വേണ്ട. എന്താ വെച്ചാ അത് കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ. നമുക്ക്
ജനുവിന് എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോവാം. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴും അങ്ങനെയുള്ളൊക്കെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അല്ലേ? വെച്ചോ. അപ്പൊ ഞങ്ങളിത് ഒന്ന് പഞ്ചായത്തിൽ പോവാട്ടോ. പിന്നെ ഞങ്ങക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ പ്രഷർ വെച്ചിട്ടും നമ്മൾ 5 വർഷം കൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഫൈനലാണ് ഞങ്ങളുടെ അടുത്ത് പോയിട്ട് സൈൻ ചെയ്യാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് എറണാകുളത്തുള്ളപ്പോ ഇതുപോലെ ഓരോ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി പിന്നെ പള്ളിക്കലത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ അതും എല്ലാതും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്ന ദിവസത്തേക്കായിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഈ അക്ഷയയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് അത് അപ്ലോഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ ദിവസത്തിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് ഇന്നത്തോടെ അവസാനിക്കുന്ന വിചാരിച്ചിട്ടാണ് പോവായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഒരു ഇവിടെ കടവല്ലൂർ പഞ്ചായത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ അതിലാണ് ഞങ്ങളുടെ ഇത് വരുന്നത്. ഇവിടുത്തെ എന്റെ ഇതാവുമ്പോ ഈ കടവല്ലൂർ പഞ്ചായത്തിലാണ്. അപ്പൊ അത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സൈൻ ചെയ്യാനും അത് ഇതിന്റെ ഓൾറെഡി അക്ഷയയിൽ സബ്മിറ്റ് ചെയ്തതൊക്കെ നമുക്ക് വീണ്ടും എടുത്ത് തന്നിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം അതൊന്നുകൂടി ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ച് തന്നെയാണ്, എങ്കിലും ഡബിൾ ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നു. പിന്നെ ഇത് ഞങ്ങളെ പള്ളികൾക്ക് സർട്ടിഫിക്കറ്റിന്റെയാണ്. പിന്നെ അത് പിന്നെ ഓൾറെഡി ഇതുള്ള കാരണം പിന്നെ പഞ്ചായത്തിൽ സർട്ടിഫിക്കറ്റ് ആണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് കുറച്ചും കൂടെ ഇപ്പൊ വാല്യൂബിൾ ആയിട്ടുള്ളത് അതാണല്ലോ. പണ്ടൊക്കെ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് പള്ളിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഏതോ വർഷം കുറച്ചു കാലം മുന്നായിട്ടല്ലേ ഈ ഇവിടുത്തെ പഞ്ചായത്തിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യം വന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് സൈൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാഷാ അല്ലാഹ് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് മേടിച്ചിട്ട് തിരിച്ചിറങ്ങിയാണ് കേട്ടോ. കാരണം ഞങ്ങക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വണ്ടി എഴുതിട്ട് പറയാ കുറെ കാലം സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് ഇതാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് ലൈസൻസ് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മഹറിന്റെ ലോക്കറ്റ് ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ. കുറെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത് മഹറിന്റെ കാര്യങ്ങളും പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു ടോക്ക് ഉള്ളതാ. അപ്പൊ അത് അങ്ങനെ ഞങ്ങൾ പെരുന്നാളിന് അടുത്ത് തന്നെയാണ് ഈ കടവല്ലൂർ പഞ്ചായത്ത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങള് വരുമ്പോഴേക്കും ഉമ്മ ഇവിടെ ബീഫിന്റെ ഇതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബീഫിന്റെ ഈ എല്ലു എന്ന് പറയില്ലേ, എന്താ പറയാ വെട്ട് കഷ്ണം എന്നോ അങ്ങനെ എന്തൊക്കെ പറയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം അതൊന്നും പ്രത്യേകമായിട്ട് എനിക്ക് ബീഫിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ഇങ്ങനത്തെ ബീഫിന്റെ വെട്ട് കഷ്ണം പോലത്തെ പറയില്ലേ കപ്പയും എല്ലൊക്കെ ഉണ്ടാക്കുന്നു പറയുമ്പോ അയിലത്തെ കപ്പയില്ല, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നല്ല ടേസ്റ്റ്, എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. നമ്മുടെ മുത്തുവിന് വലിയ താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. മുത്തു ഓൾറെഡി ഇതൊന്നും അങ്ങനെ കഴിക്കില്ല, ബീഫിനോട് താല്പര്യമൊന്നും. പക്ഷെ എനിക്ക് ഭയങ്കര ഇതാ. അപ്പൊ ഞാൻ അങ്ങനെ അത് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വന്നിട്ട് ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉമ്മ ഇത് വേവിച്ചിട്ട് ഞങ്ങളിങ്ങനെ വെളിച്ചെണ്ണ ഉള്ളിയൊക്കെ ഇതാക്കി വഴറ്റി. പിന്നെ ഓൾറെഡി നമ്മൾ തക്കാളി സവോളൊക്കെ അതിലിട്ട് വേവിക്കണ കാരണം അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചെറിയ ഇതൊക്കെ ഇട്ടിട്ടുള്ളൂ, വേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതങ്ങനെ ഇതിലിടും കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഇതില് നമ്മൾ കടിച്ചാലും ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ എല്ലുകളൊക്കെ ഉണ്ടാവൂലേ, നല്ല രസമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കും. എങ്കിൽ ബീഫ് മാത്രം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വരാണ്ട് കഴിക്കാൻ നിൽക്കൂല, എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കേടാ. ഇത് അതുപോലെ തന്നെ നമ്മുടെ ചിക്കന്റെ പാർട്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി വെക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒട്ടും താല്പര്യമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോ അതിന്റെ സ്മെല്ല് കേട്ടിട്ട് സ്മെല്ലടിച്ചിട്ട് ആള് വന്നിട്ട് ഞാൻ ഇളക്കാൻ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഇത് കഴിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇല്ല, നല്ല സ്മെല്ല് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആള് വന്നിട്ട് എന്റെ അടുത്ത് മേടിച്ചിട്ട് അത് ഇളക്കിയിരിക്കട്ടെ. അപ്പൊ ഞങ്ങളത് നന്നായിട്ട് കറി പോലെ ആക്കാണ്ട് കുറച്ചും ഡ്രൈ ആക്കി എടുക്കും. അപ്പോഴാണ് കഴിക്കാനൊക്കെ ടേസ്റ്റ്. നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ട എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പൊ അങ്ങനെ ഉള്ളിയുടെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ച് എടുത്തിട്ട് അങ്ങനെയൊക്കെ നല്ല ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാ
പിന്നെ ഹോസ്പിറ്റലിൽ പോലെ തിരക്ക് കാരണം ഫുഡ് കഴിക്കുന്ന വീടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ അവിടുന്ന് വേഗം ഹോസ്പിറ്റലിൽ എത്തി. അപ്പൊ ഞങ്ങൾ കാണിച്ചത് അൻസാറിലാണ്. അൻസാറിലാണ് ഒരു സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് മാറാന്ന് കരുതിയിട്ട് ഞങ്ങളുടെ യൂണിറ്റിൽ വന്നിട്ടോ ബിന്ദുപാലിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഡോക്ടർ അല്ല, അപ്പൊ അതിനെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഡോക്ടർക്ക് നമ്പറൊക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ച് ഇവിടെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു എന്തോ ഒരു വയറിലൊരു പെയിന് പോലെ ഉണ്ട്. അത് എനിക്ക് മുന്നത്തെ 2 പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെയായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കാണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പൊതുവെ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാ. അപ്പൊ അതാണ് മുത്തുവിന്റെ മുഖത്ത് ഇത്ര സന്തോഷം. ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഓരോ ഇഞ്ചക്ഷൻ ഡോക്ടറോട് പറഞ്ഞിട്ട് എനിക്ക് എടുപ്പിക്കുന്നൊക്കെ പറയാട്ടോ എന്നോട്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ നെക്സ്റ്റ് മന്തിലേക്ക് ചെയ്താലും മതി. ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയിക്കോളൂന്ന പറഞ്ഞത്. പിന്നെ അടുത്ത മാസം സ്കാനിങ് ഉണ്ട്. കാരണം ഓൾറെഡി നമ്മൾ സ്കാനിങ് അൻസാറിനാണല്ലോ ചെയ്തത്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ മാറുന്നുണ്ടെങ്കിലും അവരെന്തായാലും അവിടുന്ന് എല്ലാ ടെസ്റ്റും നടത്തും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും അൻസാറിന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ആദ്യമേ ഹോസ്പിറ്റലിൽ നിന്ന് മാറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അൻസാറിന് എന്തോ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ഫസ്റ്റ് ഡെലിവറി അൻസാറിൽ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ചും കൂടി ഫെസിലിറ്റി ഒക്കെ ഉള്ള ഹോസ്പിറ്റൽ ആവാന്ന് വെച്ചു. പിന്നെ അന്ന് കാണിച്ച ഡോക്ടർ ആയിഷ ഡോക്ടർ ആയിരുന്നു. അപ്പൊ ഡോക്ടർ ഇപ്പോ ആള് ഖത്തറിൽ പോവുകയും ചെയ്തു. അപ്പൊ ഡോക്ടറും ഇല്ലല്ലോ, വേറെ ഡോക്ടറില്ല എന്നുള്ള എനിക്കൊരു ഇത്. അപ്പൊ അതുകൊണ്ട് മാറാന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാരും പറഞ്ഞു എന്തായാലും വേറെ ബിന്ദു പാലിന് നല്ല ഡോക്ടറാണ്, യൂണിറ്റ് നല്ല ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെക്കൻഡ് വേറൊരു ഡോക്ടർ കാണിക്കലും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ അവിടുന്ന് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ ഒന്നും എത്തില്ല. അവിടെ ഒരു സ്കാനിങ് കഴിഞ്ഞു മാത്രം. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അക്ഷയ കയറിട്ട. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണല്ലോ. അപ്പൊ ഇനി ആധാറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം. കാരണം ആധാറിലേക്ക് എന്റെ പഴയ അഡ്രസ്സ് അല്ലേ, അപ്പൊ അതുകൊണ്ട് അഡ്രസ്സിലേക്ക് മാറ്റണ്ടേ. അതിനുവേണ്ടി ഞങ്ങള് അക്ഷയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ അതിന് ശേഷമൊക്കെയാണ് ഞങ്ങളെ അഡ്രസ്സൊക്കെ മാറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് പിന്നെ ഞങ്ങള് വീട്ടിലേക്ക് വരാൻ. പിന്നെ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരുമ്പോ നമ്മൾ ചെന്നിട്ട് അതിന്റെ അഡ്രസ് ചേഞ്ചിനുള്ളത് കൊടുത്താൽ മതി എന്നാ പറഞ്ഞേട്ടോ. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, കൊരട്ടിക്കര എന്നുള്ള സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് പോവാനും വരാനൊക്കെ എളുപ്പം ഈ അക്ഷയനാണ്. അപ്പൊ ഞങ്ങൾ നേരെ ഇവിടെ തന്നെ അങ്ങോട്ട് പോയത് കേട്ടോ. അല്ലെങ്കിൽ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വീട്ടിൽ വന്ന് നോക്കുമ്പോ കുഴിയപ്പം ഉണ്ടാക്കണം എന്നായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ചുണ്ടാക്കിയാൽ മതി എന്നല്ല, അപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചായ കുടിക്കാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ കുറച്ച് വേണ്ടേ കലക്കിയ. അപ്പൊ ഉമ്മൊക്കെ പറഞ്ഞു കുറച്ചുകൂടെ അധികം എടുത്തോടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് അങ്ങനെ മൈദയും കുറച്ച് അരിപ്പൊടിയും ശർക്കരയും ഒക്കെ കൂടെ ഇതാക്കി മിക്സ് ആക്കി. എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി അല്ല, അപ്പൊ ഞാൻ ഫുള്ളായിട്ട് എടുത്തില്ല. പിന്നെ അങ്ങനെ ഉപ്പും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ കലക്കിയെടുത്ത്. പിന്നെ തേങ്ങാക്കൊത്ത് വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതേ കലക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പൾക്കപ്പം പണ്ടൊക്കെ ഞങ്ങള് കലക്കിയിട്ട് കുറെ നേരം വെക്കും. അതെന്താ വെച്ചാൽ പൊങ്ങി വരണം അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമ്മള് കലക്കും അപ്പൊ തന്നെ പൊരിക്കും. അതിപ്പോ നെയ്യപ്പായാലും അങ്ങനെ തന്നെ, കുഴപ്പായാലൊക്കെ അങ്ങനെ തന്നെ. പിന്നെ എന്താ പറയാ, പച്ചരി ഒന്നും അരക്കുക. അന്നൊക്കെ പണ്ടൊക്കെ പച്ചരി വെളുത്തിയിട്ടിട്ട് അരച്ച അങ്ങനെ. അപ്പൊ ഒന്നുമില്ല, അരിപ്പൊടി ഉണ്ടാവും, അതെടുത്താണ്ട് കലക്കും, അപ്പൾക്കൊപ്പം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. അതൊക്കെ നെയ്യപ്പം ഉണ്ടാക്കണമെങ്കിൽ കുറെ ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി ശരിയാവുന്നില്ല. ഇവര് കുറച്ച് ഏജിലായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് കുറെ ക്രിസ്മത്തൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട്. നോക്കി നമ്മൾ നെയ്യപ്പോടെ ഉണ്ണിയപ്പോടെ അടിപൊളിയായിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട്. പക്ഷെ അധികം വെക്കൊന്നുമില്ല. ഞാൻ ഒരു 10 മിനിറ്റ് പോലും വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് ചട്ടിയായാലും ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന കാരണം വലിയ പ്രശ്നമുണ്ട്. ഫസ്റ്റത്തെ ഒരെണ്ണം അങ്ങനെ ഒരു ഇത്തിരി ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവും. അതങ്ങനെ ഒരു പിടുത്തം പോലെ ഒരെണ്ണത്തിന് തന്നെ ഉണ്ടാവുള്ളൂ, ചെറുതായിട്ട്. എന്ന് വെച്ചാൽ പൊട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ബലം പിടിച്ചിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. പിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിടണൊക്കെ എളുപ്പമായിട്ട് നല്ല കിട്ടും. പിന്നെ ഞങ്ങള് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അത് നമ്മളെ
പിന്നെ ഇപ്പൊ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വീഡിയോക്ക് ഇത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാം കേട്ടോ. കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമന്റ് അയച്ചോളൂ. ഞാനും എപ്പോഴും വീഡിയോ എടുത്ത് നോക്കും, കമന്റ് ഉണ്ടോ കമന്റ് കാണാണ്ടാവുമ്പോ എന്തോ ഒരു വിഷമം പോലെയാണ്. അപ്പൊ വീഡിയോക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് മൂന്നായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.